നമസ്കാരം. തമിഴ് താരം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം എപ്പോഴാണ്? കുറച്ച് കാലങ്ങളായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചില സൂചനകൾ പുറത്തു വന്നിരിക്കുന്നു. അടുത്ത 3 മാസത്തിനുള്ളിൽ തന്നെ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ വെങ്കട്ട് പ്രഭുവിന്റെ ഗോട്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം. ഇതിന് ശേഷം ഒരു വലിയ ഇടവേള അദ്ദേഹം എടുക്കും. ആ ഇടവേളയ്ക്ക് ശേഷം സജീവമായി തന്നെ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായി മുന്നോട്ട് പോവുകയാണ് വിജയുടെ ഒരു ഭാവി തീരുമാനം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇതിനോടകം തന്നെ വിജയുടെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം തമിഴകത്ത് വലിയ തോതിൽ അവരുടെ ഗ്രൗണ്ട് പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങി സകല മേഖലയിലും വിജയുടെ ഈ ആരാധക സംഘടന വിജയ് മക്കൾ ഇയക്കം ഇപ്പോൾ കൈവയ്ക്കുന്നുമുണ്ട്. അതിനോടൊപ്പം അവർ ചില തെരഞ്ഞെടുപ്പുകളിലും മറ്റും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും മറ്റും വിജയിക്കുകയും വലിയ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 1 മാസത്തിനുള്ളിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗോട്ടിന്റെ ചിത്രീകരണം അവസാന ഘട്ടത്തിൽ എത്തിയാൽ ഈ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാൻ ക്ലബ്ബായ അല്ലെങ്കിൽ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം തന്നെയായിരിക്കും രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നിലവിൽ തമിഴ്നാട്ടിൽ വളരെ അനുകൂലമായ ഒരു സാഹചര്യം വിജയ്ക്കുണ്ട്. പ്രത്യേകിച്ചും രജനീകാന്ത് രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു. സജീവ രാഷ്ട്രീയത്തിലുള്ള മറ്റൊരു താരമായ കമൽ ഹാസൻ ആവട്ടെ പ്രതീക്ഷിച്ച അത്ര ഒരു വിജയം കൊയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ വിജയ്ക്ക് കൂടുതൽ ഒരു സ്പേസ് തമിഴകത്തിൽ ലഭിച്ചേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി മത്സരിച്ചേക്കില്ല എന്നാണ് മുൻപ് ചില സൂചനകൾ പുറത്തു വന്നതെങ്കിൽ ഇപ്പോഴത് മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥികൾ ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പിന്തുണയ്ക്കും എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. കാരണം തൊട്ടടുത്ത് തന്നെ വരാൻ പോകുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് മാമാങ്കം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിലൂടെ ഒരു കൃത്യമായ വേരോട്ടം പാർട്ടിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി വിജയ്ക്കുണ്ടാവും. DMK താരം പിന്തുണയ്ക്കുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയം. നമുക്കറിയാം, സ്റ്റാലിന്റെ കുടുംബവുമായും സ്റ്റാലിനുമായും വളരെ അടുത്ത ബന്ധം വിജയ് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പൊതുവേദികളിൽ ശക്തമായ വിമർശനം ഉന്നയിക്കാനും വിജയ് മടിക്കാറില്ല. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ, ഈ സ്റ്റാലിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഉദയനിധി സ്റ്റാലിനുമായി അത്ര നല്ല ബന്ധമല്ല വിജയ്ക്കുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ണാ DMK ക്യാമ്പിലേക്ക് വിജയ് പോയേക്കുമോ എന്നുള്ള ഭയം DMKക്ക് നിലവിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ചെന്നൈയിൽ വെച്ച് വ്യാഴാഴ്ച വിജയ് തന്റെ ആരാധകരെ കണ്ടിരുന്നു. ആ സമയത്ത് രാഷ്ട്രീയ ചർച്ചകളായിരുന്നു അവിടെ നടന്നത് എന്നും പറയപ്പെടുന്നു. ആരാധക സംഘടനാ ക്ലബ്ബുകൾ ചില സന്ദേശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളും വിജയ്ക്ക് കൈമാറിയിട്ടുമുണ്ട്. എന്തായാലും രാഷ്ട്രീയത്തിലേക്കുള്ള വിജയുടെ ഒരു പ്രവേശനം, ഒരു എൻട്രി എന്ന് പറയുന്നത് വിജയ് സിനിമ പോലെ തന്നെ വളരെയധികം തരംഗം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നിലവിൽ ഇപ്പോൾ ചങ്കിടിക്കുന്നത് DMKക്ക് തന്നെയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ ഈ ആരാധക സംഘടന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഏതെങ്കിലും തരത്തിൽ AIADMK പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയായിരിക്കും ഈ DMKക്ക് സമ്മാനിക്കുക. AIADMKയുമായി സഖ്യത്തിലുള്ള BJP അല്ലെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ BJPക്കും ഇത് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. എന്തായാലും വലിയ ഒരു ആശങ്ക വിജയുടെ കാര്യത്തിൽ തമിഴകത്തുണ്ട്. അത് ഏറ്റവും അധികം അലട്ടുന്നതാവട്ടെ DMK എന്ന ഭരണപക്ഷ പാർട്ടിയെയും. ന്യൂസ് ഡെസ്ക് TCT മലയാളം.